ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാമത് വാർഷിക യോഗം ഇന്ന് ദാവോസിൽ ആരംഭിക്കും. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം പങ്കെടുക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന്റെ ഭാഗമായി ബന്ദികളെ വിട്ടയച്ചു തുടങ്ങി. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ജെ ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇന്ന് കേരള നിയമസഭ ആദരാഞ്ജലി അർപ്പിക്കും. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ജേതാക്കളായി അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാമത് വാർഷിക യോഗം ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ആരംഭിക്കും. 5 ദിവസത്തെ പരിപാടിയിൽ ഇന്ത്യയുടെ സമഗ്ര വളർച്ചയുടെയും ഡിജിറ്റൽ മേഖലയിലെ മുന്നേറ്റത്തിന്റെയും മാതൃക ഉയർത്തിക്കാട്ടപ്പെടും. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘത്തിൽ കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീൽ, കെ രാംമോഹൻ നായിഡു, ചിരാഗ് പാസ്വാൻ, കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി എന്നിവരുമുണ്ടാകും. ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, തമിഴ്നാട്, ഉത്തർപ്രദേശ്, കേരളം എന്നീ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 70 സീറ്റുകളിലേക്ക് ആകെ 719 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിലാണ്. 5 വീതം പേർ മത്സരിക്കുന്ന പട്ടേൽ നഗർ, കസ്തൂർബ നഗർ സീറ്റുകളിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് അടുത്ത മാസം 5-ന് നടക്കും. 8-നാണ് വോട്ടെണ്ണൽ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തിൽ തപാൽ വകുപ്പ് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ പരിപാടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ ഫിലാറ്റലിക് മ്യൂസിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രദർശനം, ക്വിസ്, സ്റ്റാമ്പ് സഫാരി എന്നിവ സംഘടിപ്പിക്കും. ദുരന്ത നിവാരണ വൈദഗ്ധ്യത്തിൽ ആഗോള നേതാവായി ഇന്ത്യ മാറുകയാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ആന്ധ്രാപ്രദേശിൽ ദേശീയ ദുരന്ത നിവാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൌത്ത് ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. देशों के अंदर जब एनडीआरएफ की टीमें गई तब वहां की जनता को मदद करने में इनकी भूमिका की वहां के राष्ट्राध्यक्षों ने पूरी प्रशंसा की है और इसके कारण डिजास्टर मैनेजमेंट के मामले में आज भारत ग्लोबल लीडर बनकर बाहर आया है. അംഗങ്ങളുടെ പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള പ്രക്രിയ ലളിതമാക്കി EPFO. ആധാർ വഴി യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പർ ഇതിനോടകം സാധൂകരിച്ചിട്ടുള്ള അംഗങ്ങൾക്ക് പേര്, ജനനതീയതി, ലിംഗഭേദം, ദേശീയത എന്നിവ രേഖകൾ സമർപ്പിക്കാതെ തന്നെ പ്രൊഫൈലിൽ മാറ്റാൻ കഴിയും. 3.9 ലക്ഷത്തോളം അംഗങ്ങൾക്ക് ഈ പരിഷ്കരണം പ്രയോജനപ്പെടുമെന്ന് കേന്ദ്ര മന്ത്രാലയം അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഇന്ന് കേരള നിയമസഭ ആദരാഞ്ജലി അർപ്പിക്കും. നിയമസഭയിൽ ഇന്ന് മറ്റ് കാര്യപരിപാടികൾ ഉണ്ടാകില്ല. ഗവർണർ RV അർലേക്കർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം നിയമസഭ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. വെള്ളിയാഴ്ചയാണ് 15ാം നിയമസഭയുടെ 13ാം സമ്മേളനം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അമേരിക്കൻ ഐക്യനാടിന്റെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ജെ ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വാഷിംഗ്ടൺ DC-യിൽ നടക്കുന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് JD വാൻസും സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30-യോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. വിശദാംശങ്ങൾ. അമേരിക്കയിൽ അതിശൈത്യം തുടരുന്നതിനാൽ പ്രസിഡന്റിന്റെ സ്ഥാനമേൽക്കൽ ചടങ്ങ് US ക്യാപിറ്റോൾ മന്ദിരത്തിന്റെ ഉള്ളിലെ ഹാളിലാണ് നടക്കുന്നത്. 40 വർഷത്തിന് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ഇവിടെ നടക്കുന്നത്. 1985-ൽ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ 2ാം തവണ അധികാരമേറ്റപ്പോൾ സത്യപ്രതിജ്ഞ അകത്തെ വേദിയിലായിരുന്നു. പ്രസിഡന്റ് ജോ ബൈഡനും ജിൽ ബൈഡനും മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റണും ജോർജ് W. ബുഷും ബരാക് ഒബാമയും ചടങ്ങിൽ പങ്കെടുക്കും. വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ
പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങും പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലി, ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലനി, ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നൊബോവ, എൽ സാൽവദോർ പ്രസിഡന്റ് നയീബ് ബുക്കലെ തുടങ്ങിയവരും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. യുഎസിൽ താൽക്കാലികമായി നിർത്തിവച്ച സേവനങ്ങൾ പുനരാരംഭിക്കാൻ ഒരുങ്ങി ടിക്ടോക്ക്. ആപ്പിന് ഇളവ് നൽകുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സേവനം പുനരാരംഭിക്കുന്നത്. ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന്റെ ഭാഗമായി ബന്ദികളെ വിട്ടയച്ചു തുടങ്ങി. 15 മാസമായി ഗസയിൽ ഹമാസ് തടവിലാക്കിയിരുന്ന 3 ബന്ദികൾ തിരിച്ചെത്തിയതായി ഇസ്രായേൽ അറിയിച്ചു. മോചിപ്പിക്കപ്പെട്ട ബന്ദികളുടെ ചിത്രങ്ങൾ ഇസ്രായേൽ സൈന്യം പങ്കുവച്ചു. ഇവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. മോചിക്കപ്പെടുന്ന ഓരോ ഇസ്രായേലി ബന്ദിക്കും പകരം 30 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ജേതാക്കളായി. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന വനിതകളുടെ ഫൈനലിൽ നേപ്പാളിനെ 40-നെതിരെ 78 പോയിന്റ് നേടിയാണ് ഇന്ത്യ ജയം സ്വന്തമാക്കിയത്. പുരുഷ ഫൈനലിൽ അതേ വേദിയിൽ ഇന്ത്യ നേപ്പാളിനെ 54-36 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. ഖോ-ഖോ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ എണ്ണമറ്റ യുവ അത്ലറ്റുകളെ ഈ വിജയം പ്രചോദിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ISL ഫുട്ബോളിൽ ഗോവ എഫ്സിക്ക് ജയം. ഗോവയിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ അവർ തോൽപ്പിച്ചത്. മുംബൈയിൽ ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതിയെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതി ബംഗ്ലാദേശി പൌരനാകാനാണ് സാധ്യതയെന്നും അയാളുടെ കൈവശം സാധുവായ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖയില്ലെന്നും പോലീസ് അറിയിച്ചു. ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിൽ കഴിഞ്ഞ 45 ദിവസത്തിനിടയിൽ 17 പേർ മരിക്കാനിടയായ സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അറിയിച്ചു. 11 അംഗ പ്രത്യേക അന്വേഷണ സംഘം പോലീസ് രൂപീകരിച്ചെന്നും അദ്ദേഹം അറിയിച്ചു. മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ഇന്ന് രാവിലെ 6:30 ശബരിമല ക്ഷേത്ര നട അടച്ചു. ഗണപതി ഹോമത്തിന് ശേഷം രാവിലെ 6 തിരുവാഭരണ പേടക സംഘം 18ാം പടിയിറങ്ങി പന്തളത്തേക്ക് മടങ്ങി. തുടർന്ന് പന്തളം രാജകൊട്ടാരത്തിന്റെ പ്രതിനിധി ദർശനം നടത്തിയതോടെ നടയടച്ചു. ആചാരപരമായ മറ്റു ചടങ്ങുകളും പൂർത്തിയായതോടെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് പരിസമാപ്തിയായി. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട അടുത്ത മാസം 12 വൈകിട്ട് തുറക്കും. ദക്ഷിണമേഖല നാവിക കമാൻഡ് ഇന്നലെ സംഘടിപ്പിച്ച കൊച്ചി നേവി സൈക്ലത്തോണിൽ 800-ലധികം പേർ പങ്കെടുത്തു. 75 കിലോമീറ്റർ, 45 കിലോമീറ്റർ എന്നീ വിഭാഗങ്ങളിലാണ് സൈക്ലത്തോൺ സംഘടിപ്പിച്ചത്. സൈക്ലത്തോൺ പൂർത്തിയാക്കിയവർക്ക് മെഡലുകൾ സമ്മാനിച്ചു. 16ാമത് ആദിവാസി യുവജന സാംസ്കാരിക വിനിമയ പരിപാടി ഇന്ന് വൈകിട്ട് എറണാകുളം ഗവൺമെന്റ് യൂത്ത് ഹോസ്റ്റലിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ 200 യുവജനങ്ങളാണ് ഒരാഴ്ചത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നടപ്പാക്കി വരുന്ന സമഗ്ര ഡിജിറ്റൽ ഭൂവിവര സംവിധാനമായ എന്റെ ഭൂമി സംയോജിത പോർട്ടൽ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ അസമിൽ നിന്നെത്തിയ സംഘം സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. അസമിലെ നാഷണൽ ഇൻഫർമാറ്റിക് സെന്റർ സർവേ വിഭാഗം ഉദ്യോഗസ്ഥരാണെത്തിയത്. കുടുംബശ്രീ ബാലസഭാംഗങ്ങളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിക്ക് തിരുവനന്തപുരത്ത് സമാപനമായി. സംസ്ഥാനത്തൊട്ടാകെയുള്ള ബാലസഭകളിൽ അംഗങ്ങളായ 750-ലേറെ കുട്ടികൾ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കാളികളായി. കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി പാറശാല സ്വദേശി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ശിക്ഷാവിധി ഇന്ന്. 1-ാം പ്രതി പാറശാല സ്വദേശി ഗ്രീഷ്മയും ബന്ധുവായ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവച മുന്നറിയിപ്പ് സംവിധാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ജില്ലകളിൽ സ്ഥാപിച്ച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാമത് വാർഷിക യോഗം ഇന്ന് ദാവോസിൽ ആരംഭിക്കും. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം പങ്കെടുക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന്റെ ഭാഗമായി ബന്ദികളെ വിട്ടയച്ചു തുടങ്ങി. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ജെ ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഇന്ന് കേരള നിയമസഭ ആദരാഞ്ജലി അർപ്പിക്കും. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ജേതാക്കളായി, അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.